A+2 സ്വാഗതം. സ്വർണത്തിൻ്റെ വില പവന് 1,00,000 രൂപയായി വർദ്ധിക്കുമോ? പലരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ന്യായമായ ചോദ്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി കണ്ടാൽ ഇത് ഏകദേശം അധികം വൈകാതെ തന്നെ പവന് 1,00,000 രൂപയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പലരും തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചൈനയിലെ ജുവലറികളുടെ മുമ്പിൽ ഇപ്പോൾ കൂടുന്ന ആളുകളുടെ തിരക്ക് കണ്ടാൽ മനസ്സിലാകും. അവിടെയും സ്വർണത്തിൻ്റെ വില ഉടൻ തന്നെ വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ള ഒരു വ്യാപക പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതിനും ചില അടിസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. ജുവലറികളിൽ രാവിലെ തന്നെ ക്യൂ വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നിലവിലുള്ള വിലയിൽ നിന്നും 50% മുതൽ 200% വരെയുള്ള വർധനവ് ഉടനടി വരും എന്നുള്ളതാണ് ഏകദേശം ഈ ലോക വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം അമേരിക്ക പുനർമൂല്യനിർണ്ണയം നടത്താൻ പോവുകയാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ. ഈ US-ൻ്റെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ആശയം വന്നു കഴിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ US-ൻ്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ബാങ്ക് 40,000 കോടി രൂപയുടെ ഡോളർ മൂല്യമുള്ള ഗോൾഡ് സംഭരിച്ച് കഴിഞ്ഞു. അതുമാത്രമല്ല, കൂടുതൽ സ്വർണം അവരും വാങ്ങി സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ നീങ്ങിയിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിൻ്റെ ഏകദേശ തീരുമാനം ഉടനെ വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെ വന്നാൽ നിശ്ചയമായും സ്വർണത്തിൻ്റെ വില കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത വിധം കുതിച്ചുയരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആളുകൾ കൂടുതലും വാങ്ങുന്നത് ഓർണമെൻ്റ് ആയിട്ടല്ല, ഗോൾഡ് കോയിൻ ആയിട്ടും ഗോൾഡ് ബാർ ആയിട്ടും ഒക്കെയാണ് വാങ്ങിക്കൂട്ടുന്നത്. ഈ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളിയുടെ വിലയും വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 64,000 വരെ കടന്ന് കഴിഞ്ഞിരിക്കുന്നു. പവൻ്റെ വിലയാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പോൾ ഇങ്ങനെ വർധനവ് വരുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ 1,00,000 രൂപ പവൻ്റെ വില എന്നുള്ളത് അധികം വൈകാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് അത് അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെക്കുന്നു. സ്വർണം വളരെ മുമ്പ് തന്നെ സ്വർണത്തിൻ്റെ ഈ വിലക്കയറ്റം സംബന്ധിച്ച് ഈ ചാനൽ ചില എപ്പിസോഡുകൾ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു സ്വർണത്തിൻ്റെ വില വർദ്ധിക്കും, ആവശ്യക്കാർ വാങ്ങിക്കൂട്ടുക എന്നുള്ള ഒരു സജഷൻ ഞങ്ങൾ ആ എപ്പിസോഡുകളിൽ മുന്നോട്ട് വച്ചിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് വർധനവ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് വർധനവ് വന്നു എന്നാരും കരുതണ്ട. പക്ഷേ ലോക വിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ആ നിഗമനത്തിൽ എത്തിയത്. ഇന്നും സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ഗോൾഡിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ വന്നിട്ടുണ്ട്. ഗോൾഡ് ആഗോള വിപണിയിൽ തന്നെ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. US-ൻ്റെ ഇപ്പോൾ ഫെഡ് ബാങ്ക് തന്നെ ഈ പുനർമൂല്യനിർണ്ണയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 50 മുതൽ 200% വരെ വർധനവിലേക്കാണ് വരാൻ പോകുന്നത്. ശതമാന വർധനവാണ്. നിലവിലുള്ള തുകയുടെ 50% മുതൽ 200% വരെ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 1,00,000 അല്ല, അതിനപ്പുറവും ചിലപ്പോൾ പോയേക്കും എന്ന് കരുതുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം 60,000 എത്തിയ ഈ ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പവൻ്റെ വില 200% വർദ്ധിച്ചാൽ എത്രയായിരിക്കും? ഈ 60,000-ൻ്റെ അപ്പുറത്തേക്കുള്ള 2 പാർട്ടും കൂടി നിങ്ങൾ എടുത്താൽ മതി. 1,6,6, 1,6,12, 3,6,18. അപ്പോൾ എത്ര വരും? 1,80,000. അത് ഉടനെ വരുമെന്ന് ആരും കരുതേണ്ടതില്ല. പതിയെ പതിയെ അതിലേക്കാണ് ചുവട് വയ്പ് എന്ന് നമ്മൾ ഊഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. വെള്ളിയും താല്പര്യമുള്ളവർ വാങ്ങി വെക്കുക. അതും ഇതിനോടൊപ്പം തന്നെ പതിയെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള വിവരവും കൂടെ പറഞ്ഞു വെക്കുന്നു. ഗോൾഡ് നമ്മുടെ ഈ മാർക്കറ്റിൽ നിന്നുള്ള ഒരേ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഞങ്ങൾ എപ്പിസോഡിൽ പറയാറുള്ളത്. അത് ഗോൾഡാണ്. അത് പലരെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് ഒരു എപ്പിസോഡായിട്ട് തന്നെ പറയുന്നത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി.